അപ്പം ചങ്കകളെ ഇന്നത്തെ ബയോളജി എക്സാമിന് ഈ 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നതിൽ ഒന്ന് എന്തായാലും നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. സോ 3 നിങ്ങൾ പഠിച്ചു പോകുക, വളരെ സിമ്പിളുമാണ്. എന്തായാലും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇനിയുള്ള ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ വരുമ്പോഴേക്ക് ഒരുപാട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് സിമ്പിളാക്കി പഠിപ്പിച്ച് തരുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ മുമ്പത്തെ ഒക്കെ വീഡിയോസിൽ നമ്മുടെ റിസൾട്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ. അതുകൊണ്ട് തന്നെ വളരെ ലോ സ്കോറിലുള്ളവർക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് ഹൈ സ്കോറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അതിനകത്ത് കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സാപ്പിന്റെ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ്. നോക്കൂ, നിങ്ങൾ ഈ കാറ്റിലൂടെ പോളിനേഷൻ എന്ന് പറഞ്ഞാലേ നമുക്കറിയാം, ഒരു ആണ്ടിന്റെ പൂമ്പൊടി, ആൺ ഫ്ലവർ ആണ് എന്ന് പറഞ്ഞാൽ മെയിൽ ഫ്ലവറിന്റെ അതിന്റെ പൂമ്പൊടി ഫീമെയിൽ ഫ്ലവറിൽ വീണ് കഴിഞ്ഞാലാണ്, ഫീമെയിൽ സ്റ്റിഗ്മയിൽ വീഴുമ്പോഴാണ് പോളിനേഷൻ നടക്കുക. അങ്ങനെയാണ് വിത്ത് ഉണ്ടാവുന്നതൊക്കെ. അപ്പം അതിന്റെ പോളിനേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റിൽ, ഒരു ഫീമെയിൽ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലോട്ട് വീഴുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വിൻഡ് കാറ്റിലൂടെ പോകുമ്പോൾ അത്തരം പോളിനേറ്റഡ് ആയിട്ടുള്ള കാറ്റിലൂടെ പറന്നിട്ട് ആൺപൂമ്പൊടി പെൺപൂവിലെത്തുന്നതിന്റെ ഫീച്ചേഴ്സ്, അത്തരം ചെടികളുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കാറ്റിലൂടെ പറക്കണ്ട ആൺപൂമ്പൊടി. അപ്പൊ ആൺപൂമ്പൊടി ഭയങ്കര കട്ടി കുറവായിരിക്കും, ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും, കനം കുറവായിരിക്കും. എന്നിട്ട് അത് പാറിയിട്ട് പെൺപൂവിൽ വന്ന് വീഴും. അപ്പൊ പെൺപൂവിന്റെ സ്റ്റിഗ്മയാണെങ്കിലോ അത് ഭയങ്കര ഫെദറി ആയിരിക്കും, അത് നാരുകളൊക്കെ ഉണ്ടാവും. അപ്പം ആൺപൂമ്പൊടി അതിലൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ ആൺപൂമ്പൊടി ഭയങ്കര എക്സ്പോസ്ഡ് ആയിരിക്കും. അതിന്റെ ആന്തർ, അതിന്റെ പോളൻ, ആൺപൂമ്പൊടി ഇരിക്കുന്ന ഭാഗം, അതിന്റെ ആന്തർ ഭയങ്കര പുറത്തോട്ട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കും കാറ്റിലോട്ടൊക്കെ. അപ്പം കാറ്റിലോട്ട് ഇങ്ങനെ തട്ടിയിട്ട്, അപ്പം ആന്തർ സ്റ്റേമൻ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പം ഒരു സ്റ്റേമൻ വെൽ എക്സ്പോസ്ഡ് ആണ്. അതുപോലെ അതിന്റെ സ്റ്റിഗ്മ ഭയങ്കര ഫെദറി ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓവറിയിൽ ഒരു ഓവ്യൂളാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ വിത്ത് ഓരോ ഓവറിയിലും ഓരോരോ വിത്തുകൾ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ചേർന്ന് ഒരു പൂക്കുല പോലെ ഇൻഫ്ലോറസൻസ് ആയിട്ടും ഉണ്ടാവും. അപ്പൊ 3 പോയിന്റും പഠിച്ചു വെക്കുക. അപ്പൊ ഇനി ഇൻസെക്ട് പോളിനേറ്റഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസെക്ട് എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റ, ബട്ടർഫ്ലൈ ഒക്കെ അതിലിരുന്നിട്ട് വേറൊരു പെൺപൂവിൽ വന്നിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ഇൻസെക്ട് വന്നിരിക്കണമെങ്കിൽ ആ ഫ്ലവർ ഭയങ്കര വലുതായിരിക്കണം, നല്ല സ്മെല്ലുള്ള ഫ്ലവർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് തേനൊക്കെ ഉണ്ടാവണം. അപ്പൊ അത് കുടിക്കാനൊക്കെയാണല്ലോ ബട്ടർഫ്ലൈ ഇൻസെക്റ്റുകളൊക്കെ വരിക. അപ്പൊ ഇൻസെക്ട് പോളിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ലാർജ് ആയിരിക്കും, നല്ല കളറുണ്ടാവും, നല്ല സ്മെല്ലുണ്ടാവും, പിന്നെ തേനുണ്ടാവും, റിച്ച് ഇൻ നെക്ടർ. അപ്പൊ അതൊക്കെയാണ് ഫീച്ചേഴ്സ്. പിന്നെ ഫ്ലവർ വലുതാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ചെറുതാവുകയാണെങ്കിൽ കുറേ ഫ്ലവേഴ്സ് ചേർന്നിട്ട് ഒരു ഇൻഫ്ലോറസൻസ്, ഒരു പൂക്കുല പോലെ ആയിട്ടുണ്ടാവും. അപ്പം വെൻ ഫ്ലവേഴ്സ് ആർ സ്മോൾ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ്. അപ്പൊ അതും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇൻസെക്ട് പോളിനേറ്റഡ് മനസ്സിലായല്ലോ. അപ്പൊ നേരത്തെ വിൻഡ് പോളിനേറ്റഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാറ്റിലൂടെ ആണെങ്കിൽ എന്താണ്, പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. കാറ്റിലൂടെ കേട്ടോ, കാറ്റിലൂടെ പോകുന്നതിന്റെ ആദ്യത്തെ ഫീച്ചേഴ്സ്. അപ്പം അതുപോലെ തന്നെ അതിൽ രണ്ടാമത് പിന്നെ കാറ്റിലൂടെ പോകുന്നത് പറഞ്ഞത് അതിന്റെ സ്റ്റേമൻ, ആൺ പാർട്ട് ഭയങ്കര പുറത്തോട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പൊ കാറ്റിലൂടെ ഇങ്ങനെ അതിന്റെ പോളൻ പറന്നു പോകാം. അതുപോലെ സ്റ്റിഗ്മ ഫെദറി ആണ് എന്നുള്ള ഒരു കാര്യം അവിടെ വിൻഡിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് ഒരു ഓവറിയിൽ ഒരു ഒവ്യൂൾ ആയിരിക്കും ഉണ്ടാവുക, ഒരു സീഡാണ് ഉണ്ടാവുക. അങ്ങനെ കുറെ പൂക്കൾ ചേർന്നിട്ട് ഒരു പൂക്കുല പോലെ ആയിട്ടുണ്ടാകുമെന്ന്. അതാണ് നമ്മൾ വിൻഡ് പോളിനേറ്റഡിൽ പറഞ്ഞത്. അപ്പൊ ഇൻസെക്ട് പോളിനേറ്റഡ് നിങ്ങൾ പഠിച്ചല്ലോ. ഇൻസെക്ട് പോളിനേറ്റഡ് ഭയങ്കര എളുപ്പമാണ്. ഈ നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. സോ നമുക്ക് വാട്ടർ പോളിനേറ്റഡിലോട്ട് പോകാം. സോ നമ്മൾ വാട്ടർ പോളിനേറ്റഡിലോട്ട് പോകുമ്പോൾ വാട്ടറിൽ നിൽക്കുന്ന എല്ലാ ചെടികളും വാട്ടർ വഴിയല്ല. ഇപ്പം ചില ചെടികൾ വാട്ടറിൻ്റെ മുകളിലോട്ട് നല്ല പൊങ്ങി വന്നിട്ട് വാട്ടർ സർഫസിൻ്റെയും മുകളിലായിരിക്കും, അപ്പോൾ എയറിലോട്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ എയർ പോളിനേഷൻ, വിൻഡ് പോളിനേഷനൊക്കെ നടക്കാം, അല്ലെങ്കിൽ ഇൻസെക്ട് പോളിനേഷൻ നടക്കാം. പക്ഷേ വാട്ടറിൽ ഇങ്ങനെ വാട്ടറിൻ്റെ സർഫസിൽ ജസ്റ്റ് വന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ ആൺ പൂമ്പൊടി എന്ത് ചെയ്യും, വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് പെൺപൂമ്പൊടിയുടെ സ്റ്റിഗ്മയിൽ വീഴാം, പെൺപൂവിൻ്റെ സ്റ്റിഗ്മയിൽ വീഴാം. അപ്പം അത് വാട്ടർ കറന്റ് വഴി. അപ്പം അങ്ങനെയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം സർഫസിൽ അങ്ങനെ വരുന്ന, സർഫസിലൂടെ വന്ന് പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സാണ് നമ്മുടെ വാലിസ്നേറിയ ഒക്കെ. ഇനിയിപ്പം ചില ഫ്ലവേഴ്സ് കടലിൻ്റെ അടിയിലായിരിക്കും. സീഗ്രാസ് ഒക്കെ ആണെങ്കിൽ അത് വാട്ടറിൻ്റെ അടിയിലായിരിക്കും, സബ്മേർജ്ഡ്. അപ്പോൾ വാട്ടറിൻ്റെ അടിയിലാണെങ്കിൽ വാട്ടർ കറന്റ് വഴി അവിടെ പോളൻ എന്തായിരിക്കും എന്നറിയോ, കുറച്ച് ലോങ് റിബൺ ആയിരിക്കും. അപ്പോൾ പോളൻ ഇങ്ങനെ ലോങ് റിബൺ ഷേപ്പ്ഡ് പോളൻ ഗ്രെയിൻ എന്ന് പറയുക വാട്ടർ പോളിനേറ്ററിൻ്റെ ഫീച്ചേഴ്സ്. അപ്പം അതിങ്ങനെ വാട്ടർ കറന്റിൽ ഇങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് ആ റിബണിലേക്ക് പോളൻ ഗ്രെയിന് സഹായിക്കും. അപ്പോൾ ഒരു നൂല് ഇങ്ങനെയുള്ള പോലെ അപ്പം ഇങ്ങനെ ഒഴുകി ഒഴുകി അതിൻ്റെ സ്റ്റിഗ്മയിൽ വീഴും.
അപ്പോൾ അത് പിന്നെ ഈ പോളൻ ഗ്രെയിൻ വെള്ളത്തിലാവുമ്പോൾ കേടുവരാൻ പാടില്ലല്ലോ. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ ചുറ്റും നല്ലൊരു മ്യൂസിലേജിനസ് കവറിങ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെയാണ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എന്താണ് ലോങ് റിബൺ ലൈക്കാണ്. അപ്പോൾ വെള്ളത്തിലൂടെ ഇങ്ങനെ പാസീവായിട്ട് അവരിങ്ങനെ ഒഴുകി ഫീമെയിലിൻ്റെ ആ ഒരു ഭാഗത്തോട്ടെത്തും. പിന്നെ പോളൻ ഗ്രെയിൻസ് എന്താണ് പ്രൊട്ടക്റ്റഡ് ബൈ വെറ്റിംഗ്. അപ്പം നനവിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിങ് ഉണ്ടാവും. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ബൈ എ മ്യൂസിലേജിനസ് കവറിങ് എന്നുകൂടി നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ സിമ്പിളാക്കിയിട്ട് പറഞ്ഞു തരുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റിസൾട്ടുകളും അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാനുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ